പുൽപ്പള്ളിയിലെ അമരക്കുനിയിലെ കടുവയ്ക്കായി ദൗത്യം തുടരുകയാണ് വനംവകുപ്പ്. പ്രദേശത്തെ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് RRT സംഘം ഇന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കടുവ വനംവകുപ്പിന്റെ റഡാറിന് പുറത്താണെന്നാണ് വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ പറയുന്നത്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിലവിൽ കടുവയുടെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങൾ എന്ന് നമ്മൾ അനുമാനിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ടൈഗറിൻ്റെ പ്രസൻസ് ലഭിച്ചിട്ടില്ല. അമരക്കുനി ഭാഗത്ത് കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് ആ ഭാഗത്തും തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണമൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതുവരെ നമുക്ക് എവിടെയെങ്കിലും ആട് ഉള്ള സ്ഥലങ്ങളിൽ കടുവ പിടിച്ചതായിട്ടുള്ള ഒരു വിവരം നമുക്ക് നേരിട്ടോ അല്ലാതെയോ ഇതുവരെ ലഭിച്ചിട്ടില്ല. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ഈ അമരക്കുനിയിൽ നിന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നത്. സുർജിത്ത്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? സുർജിത്ത് അയ്യപ്പത്ത് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണ് ഈ പ്രദേശം. അമരക്കുനിയിൽ ആളുകൾ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്ഥലത്ത് അന്വേഷണം നടത്തുമ്പോൾ ദൗത്യസംഘം കാടടച്ച് പരിശോധന നടത്തുമ്പോഴാണ് കാടിന് പുറത്തു നിന്ന് ആടിനെ പിടിച്ചുകൊണ്ട് പോയി കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത വരുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് അമരക്കുനിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ ഗോപൻസ്വാമിയുടെ കല്ലറ പൊളിക്കലുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഇന്നലെ രാത്രി മുതൽ ഈ വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാണ് കടുവ എന്നുള്ളതാണ്. എങ്കിലും ഇവിടെ ധാരാളം തോട്ടങ്ങളുള്ള മേഖലയാണ്. സ്വാഭാവികമായും ഈ തോട്ടങ്ങൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാത്രിയാണ് ഈ കടുവ ഇറങ്ങുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രദേശം എന്ന് പറയുന്നത് തൂപ്ര എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നത്. ഇവിടെ DFO, അതോടൊപ്പം തന്നെ ചെതലത്ത് റേഞ്ച് ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഏകോപനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നലെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ ഇത് റഡാറിൻ്റെ പുറത്തേക്ക് നീങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കടുവയെ കൂടണമെന്നുള്ള ആവശ്യം വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുമ്പോഴും സ്വാഭാവികമായും ഇത് നിലവിൽ വനംവകുപ്പിൻ്റെ റഡാറിൻ്റെ പുറത്താണ്. ഇന്ന് ചില പ്രതിഷേധങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്താനുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് അത്തരത്തിൽ മാർച്ച് നടക്കുക എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി ലഭ്യമാകുന്നു. മാത്രമല്ല, ഈ 5 ആടുകളെയാണ് നിലവിൽ കടുവ പിടിച്ചിട്ടുള്ളത്. ഈ 5 ആടുകൾക്കുള്ള ധനസഹായം നൽകിയിട്ടുണ്ട്. അതായത് 35,000 മുതൽ 41,000 രൂപ വരെ ഉള്ള ധനസഹായം. അതായത് ആ ആടിനെ വെച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, സന്നാഹങ്ങൾ, അത് കൃത്യമായ രീതിയിൽ തന്നെ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ സെർച്ചിൻ്റെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇന്നലെ രാത്രി മുതൽ ഇത്തരത്തിൽ അവർ തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പല മേഖലകൾ കേന്ദ്രീകരിച്ചും, പ്രത്യേകിച്ച് ഈ അമരക്കുനിയുടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കടുവയെ കിട്ടുന്ന ഒരു സാഹചര്യമില്ല. ഉചിതമായ സ്ഥലത്ത്, ഉചിതമായ സമയത്ത്, സന്ദർഭത്തിൽ കണ്ടുകിട്ടിയാൽ മാത്രമേ മയക്കുവെടി എന്നുള്ളത് പ്രായോഗികമാവുകയുള്ളൂ എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട് വനംവകുപ്പിൻ്റെ മുമ്പിൽ. അവരിപ്പോൾ പൂർണ്ണമായും നാട്ടുകാരുടെ എല്ലാം തന്നെ സഹകരണത്തോടു കൂടി തന്നെയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ. ഈ തോക്കിൽ തിരനിറയ്ക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെ മുന്നിൽ കണ്ടുകിട്ടാത്തൊരു സാഹചര്യം നിലവിൽ ഇപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. ഇന്ന് 9ാം ദിവസമാണ്. 7ാം തീയതിയാണ് ആദ്യത്തെ ആടിനെ കടുവ പിടികൂടുന്നത്. പിന്നീട് ഇന്നലെ പോലും 2 ആടുകളെ പിടിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിക്ക് ശേഷം ഈ കടുവ ഇതിൻ്റെ ഈ വനംവകുപ്പിൻ്റെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാണ്. തെർമൽ ഡ്രോൺ നിരീക്ഷണം അടക്കം നടത്തിയതാണ്. പക്ഷേ അതിനകത്തൊന്നും ഇങ്ങനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട്. അതൊരു പ്രതിസന്ധി തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇനി തോട്ടങ്ങളിലോ മറ്റോ ജോലി ചെയ്യുന്ന ആളുകളോ മറ്റോ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അപ്പോൾ തന്നെ വനംവകുപ്പിനെ വിവരമറിയിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ എത്തുന്ന മുറയ്ക്ക് ഉടൻ തന്നെ അത് തീവ്രമായ തിരച്ചിലിലേക്കും ഒപ്പം തന്നെ ഈ മയക്കുവെടി ഉൾപ്പെടെയുള്ള ദൗത്യത്തിലേക്കും കടക്കാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇനി 4 കൂടുകൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 4 കൂടുകളിലും കടുവ കയറാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ ലിസ്റ്റിൽ പെടാത്ത കടുവ അത് ഒരിക്കലും കൂടിന് സമീപത്ത് നിരവധി തവണ എത്തുന്നുണ്ട്. പക്ഷേ കൂട്ടിൽ കയറാത്ത ഒരു അവസ്ഥ, ആ ഒരു അസാധാരണമായ ഒരു അവസ്ഥയിലൂടെ വനംവകുപ്പ് കടന്നു പോകുന്നുമുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് നാട്ടുകാർ കടുവയെ പിടികൂടണമെന്നുള്ള ആവശ്യം ശക്തമാക്കുന്നു. പക്ഷേ കടുവയെ പിടികൂടാൻ അതിന് കൃത്യമായ രീതിയിൽ തന്നെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി അമരക്കുനിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.